നമസ്കാരം, KS മെന്ററിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ്. ഒക്ടോബർ 24 മുതൽ 31 വരെയുള്ള തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ നമ്മുടെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ഒരു ക്ലൈമറ്റ് പ്രോസ്പെരിറ്റി പ്ലാൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്ലാൻ അവർ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയേണ്ടത് എന്താണ് ഈ ക്ലൈമറ്റ് പ്രോസ്പെരിറ്റി പ്ലാൻ, അത് എവിടെയാണ് ലോഞ്ച് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമാണ് ഈ ക്ലൈമറ്റ് പ്രോസ്പെരിറ്റി പ്ലാൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഇത് എവിടെയാണ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്? COP26. എന്തോ ഈ COP26 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലാസ്റ്റ് ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ മുമ്പുള്ള പത്രങ്ങൾ എടുത്ത് വായിച്ചാൽ നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് നടക്കാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ 26th എഡിഷൻ. ഓക്കെ, യുണൈറ്റഡ് നേഷൻസിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടക്കാൻ വേണ്ടി പോകുന്നു. എവിടെയാണ്? ഗ്ലാസ്ഗോയിൽ, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ട് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫറൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് COP26 എന്ന് പറയുന്നത്. ഇനി ബേസിക്കലി COP എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഒരു കൂട്ടായ്മ വിളിക്കുന്ന പേരാണ് COP26 അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. ഈ 26 എന്ന് പറയുന്ന സാധനം എന്താണ്? അതിൻ്റെ എത്രാമത്തെ എഡിഷൻ ആണെന്നുള്ളതാണ്. 26th എഡിഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ COP26 എന്ന് പറയുന്ന ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ബംഗ്ലാദേശ് ഈ ഒരു ക്ലൈമറ്റ് പ്രോസ്പെരിറ്റി പ്ലാൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഇത് എന്ന് മുതൽ എന്ന് വരെയാണ് നടക്കുന്നത്? ഒക്ടോബർ 31 മുതൽ നവംബർ 12 വരെയാണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു കറണ്ട് അഫെയറിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം COP26 എന്താണ്, അതുപോലെ ഈ COP26 2021 എവിടെ വെച്ചാണ് നടന്നത്, ഇനി ഇങ്ങനെയൊരു ക്ലൈമറ്റ് പ്രോസ്പെരിറ്റി പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ ലോഞ്ച് ചെയ്ത രാജ്യം ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ളൊരു വാർത്തയാണ്. നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലെ റീസെൻറ്റ് ക്രൈസിസ് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി യുണൈറ്റഡ് നേഷൻസ് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഫുഡ് ക്രൈസിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു വാർണിംഗ് യുണൈറ്റഡ് നേഷൻസ് നൽകിയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം അല്ലെങ്കിൽ WFP എന്ന് പറഞ്ഞ ഏജൻസിയാണ് ഈ ഒരു വാർണിംഗ് അഫ്ഗാനിസ്ഥാന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അഫ്ഗാനിസ്ഥാനിൽ മില്യൺസ് ഓഫ് ആളുകൾ പട്ടിണിയിലാണ്, ഫുഡ് ക്രൈസിസിലാണ് എന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമാണ് അഫ്ഗാനിസ്ഥാനിലെ ഈ ഒരു ഫുഡ് ക്രൈസിസിനെ കുറിച്ചൊരു വാർണിംഗ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം അവരുടെ ഒരു നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലോഞ്ച് ചെയ്തു. നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബേസിക്കലി എന്താണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത്? അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് റീസെൻ്റ്ലി സൗദി അറേബ്യ അങ്ങനെ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി എത്രമാത്രം മണിയാണ് ഇതിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? 200 ബില്യൺ റിയാൽസ് ആണ്. ഓക്കെ, ഓവർ ദ നെക്സ്റ്റ് ഡിക്കേഡിൽ 200 ബില്യൺ റിയാൽസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ ഇങ്ങനെയൊരു നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് അമേരിക്ക അവരുടെ പാസ്പോർട്ടുകളിൽ എക്സ് ജെൻഡർ എന്ന് പറയുന്ന ഒരു ജെൻഡർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് വാർത്ത. ഓക്കെ, അമേരിക്ക റീസെൻ്റ്ലി അവരുടെ പാസ്പോർട്ടിൽ എക്സ് ജെൻഡർ എന്ന് പറയുന്നൊരു ജെൻഡർ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. ഇനി എന്തിനാണ് അമേരിക്ക ഇങ്ങനെയൊരു എക്സ് ജെൻഡർ മാർക്കർ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാസ്പോർട്ടുകൾ പുറത്തിറക്കിയിരിക്കുന്നത്? അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ ഒരു ഐഡൻറ്റിറ്റിയെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് USA ഇങ്ങനെയൊരു എക്സ് ജെൻഡർ മാർക്കറുള്ള ഒരു പാസ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ എക്സ് ജെൻഡർ മാർക്കർ ഉള്ള പാസ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? USA ആണ്. ഓക്കെ, അടുത്തത് ഈ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓൾമോസ്റ്റ് എനിക്കൊന്ന് ലോകത്തെ എല്ലാ ആളുകളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കറണ്ട് അഫെയർ ആണ് ഫേസ്ബുക്ക് അതിൻ്റെ പേര് മാറ്റുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിനെ കണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആപ്പിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് റിയാലിറ്റിയിൽ അങ്ങനെയല്ല. ഫേസ്ബുക്ക് അവരുടെ പേര് റീബ്രാൻഡ് ചെയ്ത് എന്താക്കി? മെറ്റ എന്നുള്ളതാക്കി. ഓക്കെ, നമുക്കറിയാം ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അലോൺ കമ്പനിയല്ല, കുറേ കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താക്കി? മെറ്റ പ്ലാറ്റ്ഫോംസ്
INC ഡോട്ട് എന്ന് പറയുന്ന ഒരു പേരിലേക്ക് മാറി. ഓക്കെ, നേരത്തെ ഫേസ്ബുക്ക് എന്നറിയപ്പെട്ടിരുന്ന ആ ഒരു സ്ഥാപനത്തെ ഇപ്പോൾ മെറ്റ പ്ലാറ്റ്ഫോംസ് INC എന്ന ഒരു പേരിലേക്ക് അവർ റീബ്രാൻഡ് ചെയ്തു. ഇനി എന്തിനാണ് ഈ മെറ്റ എന്ന് പറയുന്ന ഒരു പേര് ഫേസ്ബുക്ക് സ്വീകരിച്ചിരിക്കുന്നത്? അതായത് ഫേസ്ബുക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ടെക്നോളജിയാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാവേഴ്സ്. അപ്പോൾ അതിൻ്റേതാണ് ഈ മെറ്റ എന്ന് പറയുന്ന വാക്ക് ഫേസ്ബുക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഫേസ്ബുക്കിൻ്റെ ഒരു ഡ്രീം ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ സൂചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനിക്ക് മെറ്റ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൻ്റെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് സ്റ്റിൽ അതിൻ്റെ പേര് ഫേസ്ബുക്ക് എന്ന് തന്നെയാണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ കമ്പനിയുടെ പേരാണ് ഈ മെറ്റ എന്ന് പറയുന്ന പേരായിട്ട് റീബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് G20 സമ്മിറ്റിനെ കുറിച്ചാണ്. 2021 G20 സമ്മിറ്റിനെ കുറിച്ചാണ്. ഇതിൽ പറയുന്നത് 2020 G20 സമ്മിറ്റ് ഒരു റോം ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്തു എന്നാണ്. ഓക്കെ, ഡിക്ലറേഷൻ്റെ പേര് റോം ഡിക്ലറേഷൻ. ഓക്കെ, ഈ ഒരു റോം ഡിക്ലറേഷൻ എന്ന് പറയുന്നത് 16 മ്യൂച്വലി എഗ്രീഡ് പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിക്ലറേഷനാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈ റോം ഡിക്ലറേഷൻ എന്നുള്ള ആ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അത് എവിടെ വെച്ചാണ് അല്ലെങ്കിൽ ഏത് സമ്മിറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു റോം ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് ഓർത്തിരിക്കുക. G20 സമ്മിറ്റാണ്. അതുപോലെ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ G20 ലീഡേഴ്സ് സമ്മിറ്റിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ G20 ലീഡേഴ്സ് സമ്മിറ്റ് 2020 എവിടെ വെച്ചാണ് നടന്നത്? ഇറ്റലിയിലെ റോമിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അതിൻ്റെ ഭാഗമായിട്ട് വത്തിക്കാനിൽ പോപ്പിനെ സന്ദർശിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു. അപ്പോൾ 2020 G20 സമ്മിറ്റ് റീസെൻ്റ്ലി ഇറ്റലിയിലെ റോമിൽ വെച്ചിട്ടാണ് നടന്നത്. അവിടെ വെച്ചിട്ട് അഡോപ്റ്റ് ചെയ്ത ഡിക്ലറേഷൻ്റെ പേരെന്ന് പറയുന്നത് റോം ഡിക്ലറേഷൻ എന്നാണ്. ഓക്കെ, അടുത്തത് ചൈന വിക്ഷേപിച്ച ഒരു സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ചാണ്. ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഷിജിയാൻ 21 എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റാണ്. ചൈനയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി എന്തിനാണ് ഈ ഒരു പർട്ടിക്കുലർ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഷിജിയാൻ 21 എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? സ്പേസ് ഡെബ്രീസ് മൈറ്റിഗേഷൻ ടെക്നോളജി, സ്പേസ് ഡെബ്രീസ് മൈറ്റിഗേഷൻ ടെക്നോളജികളെ കുറിച്ച് അതിന് ആ ഒരു ടെക്നോളജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷിജിയാൻ 21 എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ചൈന ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WMO പുറത്തിറക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ പേര് സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ഇൻ ഏഷ്യ റിപ്പോർട്ട് 2020 എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ഇൻ ഏഷ്യ റിപ്പോർട്ട് 2020. അത് ആരാണ് പുറത്തിറക്കിയിരിക്കുന്നത്? വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WMO. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ മൂലം ഇന്ത്യക്കുണ്ടായ ആനുവൽ ലോസ് എന്ന് പറയുന്നത് $87 ബില്യൺ. $87 ബില്യൺ എന്ന് പറയുന്നത് അതിഭീകരമായൊരു സംഖ്യയാണ്. അപ്പോൾ അത്രയും വലിയൊരു നഷ്ടമാണ്, ഒരു ഇൻകം ലോസ് ആണ് ഇന്ത്യക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് വഴി ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ഇൻ ഏഷ്യ റിപ്പോർട്ട് 2020 പുറത്തിറക്കിയിരിക്കുന്ന ആരാണ്? വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. ഓക്കെ, അടുത്തത് റീസെൻ്റ്ലി ഇന്ത്യ നേപ്പാളിന് ഒരു റെയിൽ ലിങ്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഓക്കെ, ആ റെയിൽ ലിങ്കിൻ്റെ പേരെന്ന് പറയുന്നത് ജയനഗർ കുർത്ത റെയിൽ ലിങ്ക് എന്നുള്ളതാണ്. ഓക്കെ, ജയനഗർ കുർത്ത റെയിൽ ലിങ്ക്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിനാണ് ഈ ഒരു ജയനഗർ കുർത്ത റെയിൽ ലിങ്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു റെയിൽ ലിങ്ക് എന്ന് പറയുന്നത് 34.9 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് ആണ്. ഈ ഒരു റെയിൽ ലിങ്ക് കണക്ട് ചെയ്യുന്നത് ബീഹാറിലെ ജയനഗറിനെ അതുപോലെ നേപ്പാളിലെ കുർത്ത എന്ന് പറയുന്ന സ്ഥലത്തെയും തമ്മിലാണ് ഈ ഒരു റെയിൽ ലിങ്ക് ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ജയനഗർ കുർത്ത റെയിൽ ലിങ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബീഹാറിലെ ജയനഗറിനെയും നേപ്പാളിലെ കുർത്ത എന്ന് പറയുന്ന സ്ഥലത്തെയും തമ്മിലാണ് ഈ ഒരു ജയനഗർ കുർത്ത റെയിൽ ലിങ്ക് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു റെയിൽ ലിങ്ക് റീസെൻ്റ്ലി ഇന്ത്യ നേപ്പാളിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളതാണ് വാർത്ത. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് IVF ട്രീറ്റ്മെൻറ്റ് വഴി അല്ലെങ്കിൽ കൃത്രിമ ബീജസങ്കലനം വഴി ഒരു ബന്നി ബഫല്ലോ ജനിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബന്നി ബഫല്ലോ അത് IVF ട്രീറ്റ്മെൻറ്റിലൂടെ ജനിച്ചു എന്നുള്ളതാണ് വാർത്ത. ഈ ബന്നി ബഫലോ എന്ന് പറയുന്നത് ഒരു ബഫലോയിലെ ഒരു പ്രത്യേക ബ്രീഡാണ്. അതിനെയാണ് നമ്മൾ ബന്നി ബഫലോ എന്ന് വിളിക്കുന്നത്. ഇനി എവിടെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്? ഗുജറാത്തിലാണ് ഈ ഒരു ബന്നി ബഫലോ IVF ട്രീറ്റ്മെൻറ്റിലൂടെ ജനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു സ്ഥലം ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്ഥലം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആ ഒരു ബഫലോ ബ്രീഡ് ഓർത്തിരിക്കുക. ബന്നി ബഫലോ എന്നാണ് ആ ഒരു പെർട്ടിക്കുലർ ബ്രീഡിൻ്റെ പേര്.
ഓക്കെ. അടുത്തത് നമ്മുടെ ഗവൺമെൻറ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമിനെ പറ്റിയാണ്. ആ സ്കീമിൻ്റെ പേരെന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ. അപ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ അർബൻ ആൻഡ് റൂറൽ ഏരിയകളിലെ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ അല്ലെങ്കിൽ സ്കീമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി എവിടെ വെച്ചാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്. ഇനി ഇതിൻ്റെ ഒരു ടോട്ടൽ ഫണ്ട് ഔട്ട്ലേ എന്ന് പറയുന്നത് എത്രയാണ്? 5000 കോടി രൂപയാണ്. അപ്പോൾ ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സ്കീമിൻ്റെ കീഴിൽ ഏതാണ്ട് 11,024 അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമെന്നാണ്. ഓക്കെ. 11,024 അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് ഈ ഒരു പെർട്ടിക്കുലർ സ്കീമിൻ്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് ഈ PM ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ സ്കീം അല്ലെങ്കിൽ മിഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കീമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഏറ്റവും പുതിയ സ്കീമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കീമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സ്കീമാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്തത് ഗവൺമെൻറ് ഒരു പെർട്ടിക്കുലർ പാനലിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്താണ്? നാഷണൽ എംപ്ലോയ്മെൻറ്റ് പോളിസിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു പെർട്ടിക്കുലർ പാനലിനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇനി എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ പാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ടു ക്രിയേറ്റ് എ റോഡ് മാപ്പ് ഫോർ ഇംപ്രൂവിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാനലിനെ നിയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഈ ഒരു പാനലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയിലെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും മിനിസ്ട്രി ഓഫ് ലേബറിൽ നിന്നുള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ മറ്റ് മിനിസ്ട്രികളിൽ നിന്നുള്ള ആളുകളായിരിക്കും ഈ ഒരു പാനൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗവൺമെൻറ് ഈ ഒരു പാനലിനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? നാഷണൽ എംപ്ലോയ്മെൻറ്റ് പോളിസി അല്ലെങ്കിൽ NEP എന്ന് പറയുന്നൊരു പോളിസി ആ ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു പാനലിനെ നിയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അടുത്തത് സംഭവ് എന്ന് പറയുന്നൊരു നാഷണൽ ലെവൽ അവയർനെസ് പ്രോഗ്രാമിനെ പറ്റിയാണ്. സംഭവ് ഒരു നാഷണൽ ലെവൽ അവയർനെസ് പ്രോഗ്രാമാണ്. ഇനി എന്താണ് ഈ സംഭവം എന്ന് പറയുന്നത്? ഓക്കെ. ഫസ്റ്റ് നമുക്കിത് ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് MSME മിനിസ്ട്രിയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്ന ഒരു അവയർനെസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? അതായത് എൻ്റർപ്രണർഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിൽ യുവാക്കളുടെ എൻഗേജ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവൽ അവയർനെസ് പ്രോഗ്രാം കൊണ്ട് MSME മിനിസ്ട്രി ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എൻ്റർപ്രണർഷിപ്പ് ഇൻക്രീസ് ചെയ്യുന്നതിൽ യൂത്ത് ആയിട്ടുള്ള ആളുകളുടെ എൻഗേജ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ സംഭവം എന്ന് പറയുന്ന ഒരു അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ് ഈ സംഭവം എന്ന് പറയുന്ന ഒരു അവയർനെസ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഏത് മിനിസ്ട്രിയാണ് ഈ സംഭവം എന്ന് പറയുന്ന ഈ ഒരു അവയർനെസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അടുത്തത് നമ്മുടെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് കൃഷി ഉഡാൻ 2.0 എന്നുള്ളതാണ്. കൃഷി ഉഡാൻ 2.0. അപ്പോൾ ബേസിക്കലി ഈ ഒരു കൃഷി ഉഡാൻ 2.0യിൽ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഹില്ലി, ട്രൈബൽ ആൻഡ് നോർത്ത് ഈസ്റ്റ് റീജിയൻസിലുള്ള എയർപോർട്ട്സിൽ കാർഗോ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. കാർഗോ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. ഏതൊക്കെ? ഹില്ലി, ട്രൈബൽ ആൻഡ് നോർത്ത് ഈസ്റ്റ് റീജിയൻസിലെ എയർപോർട്ടുകൾ. ഓക്കെ. അപ്പോൾ അതാണ് കൃഷി ഉഡാൻ 2.0 എന്ന് പറയുന്നൊരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്ന ആരാണ്? സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അടുത്തത് പുതിയൊരു ക്യാമ്പയിനെ പറ്റിയാണ്. ഇന്ത്യയിൽ സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു. ഒരു ക്യാമ്പയിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? നോക്ക് എവറി ഡോർ. നോക്ക് എവറി ഡോർ അല്ലെങ്കിൽ ഹർ ഘർ ദസ്തക്. ഓക്കെ. ഹർ ഘർ ദസ്തക് അല്ലെങ്കിൽ നോക്ക് എവറി ഡോർ എന്നുള്ളതാണ് ക്യാമ്പയിൻ്റെ പേര്. എന്തിനു വേണ്ടിയിട്ടാണ്? സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ എല്ലാവർക്കും ലഭിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും സ്വീകരിക്കുന്നു എന്നും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. ഇതൊരു ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനാണ്. ഓക്കെ. ഇത് പ്രധാനമായിട്ട് ലോഞ്ച് ചെയ്യുന്ന എവിടെയാണ്? ഈ ഒരു പുവർ പെർഫോമിംഗ് ഡിസ്ട്രിക്ട്സിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ക്യാമ്പയിന് നോക്ക് എവറി ഡോർ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാക്സിനേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും പുവർ പെർഫോമിംഗ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സിൽ. ഓക്കെ. അപ്പോൾ അതാണ് ഹർ ഘർ
ദസ്തക് അല്ലെങ്കിൽ നോക്ക് എവരി ഡോർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. ഓക്കെ, അടുത്തത് പ്രധാനമന്ത്രിയുടെ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. PM ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സ്റ്റിൽ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ബിബേക് ഒബ്രോയ് തന്നെയാണ്. ഇപ്പം ബിബേക് ഒബ്രോയ് ആ ഒരു കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് ആ സ്ഥാനത്ത് തന്നെ തുടരുമെന്നാണ്. അടുത്തത് ഒരു 2 ഇയേഴ്സിലേക്കാണ് ഈ ഒരു എക്കണോമിക് അഡ്വൈസറി കൗൺസിലിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത 2 വർഷത്തേക്കാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിൻ്റെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ബിബേക് ദേബ്രോയ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹം ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വിസിറ്റ് ചെയ്തു. എന്തിനാണ്? അവിടുത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഒബ്സർവർ ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വിസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് എത്തി എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ, ഏത് രാജ്യമാണ്? ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ റീസെൻ്റ്ലി ഉസ്ബെക്കിസ്ഥാനിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഒബ്സർവറായിട്ടാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതായത് സുശീൽ ചന്ദ്രയും മറ്റ് 2 പേര്, അപ്പോൾ ടോട്ടൽ ഒരു 3 മെമ്പർ ഒരു ഡെലിഗേഷനാണ് ഈ ഒരു ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയത്. ഇനി അവിടുത്തെ ഈ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വിജയിച്ചിരിക്കുന്നത് ഷൗക്കത്ത് മിർസിയോയേവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ കറൻ്റ്ലി അവിടുത്തെ പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹം, ഈ ഷൗക്കത്ത് മിർസിയോയേവ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ഇലക്ഷനിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം, കറൻ്റ്ലി ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഷൗക്കത്ത് മിർസിയോയേവ് ആണ്. ഓക്കെ, അദ്ദേഹമാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വിജയിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു 2nd ടൈമിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്ര ഏത് രാജ്യത്തേക്കാണ് ഒരു ഇൻ്റർനാഷണൽ ഒബ്സർവർ ആയിട്ട് നിയോഗിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഉസ്ബെക്കിസ്ഥാൻ. ഓക്കെ, അടുത്തത് ഇന്ത്യ റീസെൻ്റ്ലി ഒരു പുതിയ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേരെന്ന് പറയുന്നത് സാർത്ഥക് എന്നുള്ള പേരുള്ള ഒരു കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ഇന്ത്യ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു സാർത്ഥക് എന്ന് പറയുന്ന ഷിപ്പ് ഏത് ബേസിലാണുള്ളത്? ഗുജറാത്തിലെ പോർബന്ദർ ബേസിലാണ് എന്താണ് ഈ സാർത്ഥക് എന്ന് പറയുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ഉള്ളത്. ഓക്കെ, അടുത്തത് റീസെൻ്റ്ലി നടന്ന ഗവേണൻസ് പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയിൽ, അപ്പോൾ ആ ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ ആ ഏജൻസി നടത്തിയിരിക്കുന്ന ഗവേണൻസ് പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റഡിയിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് കേരള, തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ഏതാണ്ട് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ആ ഒരു ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്. ഓക്കെ, കേരള, തമിഴ്നാട്, തെലങ്കാന. ഓക്കെ, ഇത് ഗവേണൻസ് പെർഫോമൻസ് ആണ്. എല്ലാ സംസ്ഥാനങ്ങളെയും ഭരണനിർവഹണത്തിൻ്റെ ആ ഒരു നിലവാരം പരിശോധിക്കുന്ന ഒരു സ്റ്റഡിയാണ് ഈ ഒരു പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ എന്ന് പറയുന്ന ഏജൻസി നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് കേരള, തമിഴ്നാട്, തെലങ്കാന. ഓക്കെ, ഇനി ഈ പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു നോൺ പ്രോഫിറ്റ് ഏജൻസിയാണ്. അപ്പോൾ അവരാണ് ഈ ഒരു ഗവേണൻസ് പെർഫോമൻസ് സ്റ്റഡി നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, അതുപോലെ തന്നെ തെലങ്കാന. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ പുതുതായിട്ടൊരു ട്രെയിൻ സർവീസ് ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഗതിശക്തി എക്സ്പ്രസ് എന്നുള്ളതാണ്. ഗതിശക്തി എക്സ്പ്രസ്. ഇനി എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ ട്രെയിൻ സർവീസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? അതായത് ദീപാവലി അതുപോലെ ചാത് പൂജ പോലുള്ള ഫെസ്റ്റീവ് സീസൺസിൽ പാസഞ്ചേഴ്സിൻ്റെ എക്സ്ട്രാ റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗതിശക്തി എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ സർവീസ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ആന്ധ്രാപ്രദേശിൽ ഒരു കാസ്റ്റ് ബേസ്ഡ് സെൻസസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് അനുവാദം നൽകി എന്നുള്ളതാണ്. ഓക്കെ, ആന്ധ്രാപ്രദേശിൽ ഒരു കാസ്റ്റ് ബേസ്ഡ് സെൻസസ് നടത്താൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ക്യാബിനറ്റ് അപ്രൂവൽ നൽകി എന്നുള്ളതാണ്. ഇനി എന്തിനാണ് ആന്ധ്രാപ്രദേശിൽ ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് സെൻസസ് നടത്തുന്നത്? അതർ ബാക്ക്വേർഡ് ക്ലാസസിനെ അല്ലെങ്കിൽ OBC വിഭാഗത്തിൽപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നാഷണൽ സെൻസസ് 2021 നാഷണൽ സെൻസസിലേക്ക് ഈ ഒരു OBC അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് ക്ലാസസിനെ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആന്ധ്രാപ്രദേശിൽ ഇനിയൊരു കാസ്റ്റ് ബേസ്ഡ് സെൻസസ് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു സെൻസസിന് സെൻട്രൽ ഗവൺമെൻറ് അവരുടെ അപ്രൂവൽ നൽകി എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം, ഏത് സംസ്ഥാനത്താണ് റീസെൻ്റ്ലി ഒരു കാസ്റ്റ് ബേസ്ഡ് സെൻസസ് നടത്താൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് അനുമതി കൊടുത്തിരിക്കുന്നത്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലെ OBC അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് ക്ലാസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇനി എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? 2021 നാഷണൽ സെൻസസിലേക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു OBC ക്ലാസിൻ്റെ ഒരു വിവരശേഖരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് സെൻസസ് പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അടുത്തത് ഉത്തർപ്രദേശ് ഗവൺമെൻറ് അവിടുത്തെ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷനെ റീനെയിം ചെയ്തു. ഓക്കെ, ഉത്തർപ്രദേശ് ഗവൺമെൻറ് അവരുടെ ഫൈസാബാദ് എന്ന് പറയുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷനെ റീനെയിം ചെയ്തു. അയോധ്യ കാന്ത് എന്ന് പറയുന്ന ഒരു പുതിയ പേരിലേക്കാണ് ആ പേര് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷൻ, ഉത്തർപ്രദേശിലെ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് എന്താണ്? അയോധ്യ കാന്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന പേരിലായിരിക്കും. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി ആയിട്ട് ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് എന്താണ്? കൂഴാങ്ങൽ. അതെങ്കിൽ ആ ഒരു പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പെബിൾസ് എന്നുള്ളതാണ്. കൂഴാങ്ങൽ അല്ലെങ്കിൽ പെബിൾസ്. അപ്പോൾ ഈ ഒരു കൂഴാങ്ങൽ എന്ന് പറയുന്നത് ഒരു തമിഴ് ഫിലിമാണ്. അപ്പോൾ ഈ ഫിലിമിനെയാണ് 94th അക്കാഡമി അവാർഡ്സ് അല്ലെങ്കിൽ 94th ഓസ്കാർ അവാർഡിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി ആയിട്ട് പരിഗണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി ഏത് ചിത്രമാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തമിഴ് ചിത്രമായ കൂഴാങ്ങൽ എന്ന് പറയുന്ന ചിത്രമാണ്. ഇനി ഇത് ഡയറക്ടറിൻ്റെ പേരെന്ന് പറയുന്നത് വിനോദ് രാജ് PS ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാർത്തയാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രിയാണ് ഈ കൂഴാങ്ങൽ അല്ലെങ്കിൽ പെബിൾസ് എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത് തമിഴ് ചിത്രമാണ്. ഓക്കെ, അതുപോലെ ഇന്ത്യയിൽ ഡോഗ് മീഡിയേറ്റഡ് റാബിസ് 2030 എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തു. ഓക്കെ, ഡോഗ് മീഡിയേറ്റഡ് റാബിസ്. ഓക്കെ, 2030 ഡോഗ് മീഡിയേറ്റഡ് റാബിസ്, അല്ലാതെ പട്ടികടി മൂലം ഉണ്ടാകുന്ന റാബിസ് 2030 എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കി എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി എന്നുള്ളതാണ് അതിൻ്റെ വാർത്ത എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ആക്ഷൻ പ്ലാൻ എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? നാഷണൽ റാബീസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ കീഴിലാണ് ഈ ഒരു ആക്ഷൻ പ്ലാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ബൈ 2030 ആണ് ഈ ഡോഗ് മീഡിയേറ്റഡ് റാബീസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ഒരു ടാർഗറ്റ് ഇയർ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, 2030. ഓക്കെ, അടുത്തത് ഇലക്ഷൻ കമ്മീഷൻ റീസെൻ്റ്ലി അവരുടെ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു. അതായത് പോളിംഗ് ബൂത്തുകളുടെ ഡിജിറ്റൽ മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? ഗരുഡ ആപ്പ്. ഓക്കെ, ഗരുഡ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏത് ഏജൻസിയാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ ഗരുഡ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പോളിംഗ് ബൂത്തുകളെ ഡിജിറ്റൽ മാപ്പിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗരുഡ ആപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBIയുടെ ഒരു പ്രസ്താവനയാണ്. ഇന്ത്യയിലെ എല്ലാ മൈക്രോ ലോൺസും കൊളാറ്ററൽ ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ നമുക്കറിയാനുള്ളത് 2 കാര്യങ്ങളാണ്. എന്താണ് ഒരു മൈക്രോ ലോൺ എന്ന് പറയുന്നത്, അതുപോലെ എന്താണ് ഒരു കൊളാറ്ററൽ എന്ന് പറയുന്നത്. ബേസിക്കലി മൈക്രോ ലോൺ എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയ്ക്കുള്ള ലോൺസിനാണ് നമ്മൾ മൈക്രോ ലോൺ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ ഒരു മൈക്രോ ലോൺ എന്ന് പറയുന്ന കാറ്റഗറി എന്താണ്? ലോൺസ് ബിലോ 1 lakh, 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ലോണുകളെയാണ് ഇന്ത്യയിൽ നമ്മൾ മൈക്രോ ലോൺസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ലോണുകൾ അതായത് 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ലോണുകളെല്ലാം കൊളാറ്ററൽ ഫ്രീ ആയിരിക്കണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത്. ഇനി എന്താണ് കൊളാറ്ററൽ എന്ന് പറയുന്നത്? അതായത് നമ്മളൊരു പണയം അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരു വായ്പ എടുക്കുമ്പോൾ നമ്മൾ ബാങ്കിന് കൊടുക്കുന്ന ഒരു ഈടുണ്ടല്ലോ, എന്തെങ്കിലും അത് ഗോൾഡോ നമ്മുടെ വസ്തുവോ, ആ ഒരു വസ്തുവിനെയാണ് നമ്മൾ കൊളാറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ലോണുകൾക്ക് ഇങ്ങനത്തെ കൊളാറ്ററൽസ് സ്വീകരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ കൊളാറ്ററൽ നൽകേണ്ടതില്ല, അങ്ങനെ ഈടായിട്ടൊന്നും വാങ്ങിക്കേണ്ടതില്ല എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോ ലോൺസ് എന്താണെന്ന് ഓർത്തിരിക്കാം. 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ലോണുകളാണ് മൈക്രോ ലോൺസ് എന്ന് പറയുന്നത്. അത്തരം ലോണുകളെ കൊളാറ്ററൽ ഫ്രീ ആക്കണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അദ്ദേഹത്തിൻ്റെ ഒരു ടേം 3 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നൽകി എന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെൻറ് 3 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നൽകി ടിൽ 2024 ഡിസംബർ വരെ അദ്ദേഹത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് തുടരാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കറണ്ട് ഗവർണറുടെ പേരെന്താണ്? ശക്തികാന്ത ദാസ്. അദ്ദേഹത്തിന് എത്ര വർഷത്തെ എക്സ്റ്റൻഷനാണ് നൽകിയിരിക്കുന്നത്? 3 വർഷത്തെ എക്സ്റ്റൻഷനാണ് 2024 ഡിസംബർ വരെയുള്ള സമയം. ഓക്കെ, അതുപോലെ പ്രോബ 1 എന്ന് പറയുന്ന ഒരു മിനി സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാറ്റലൈറ്റ് 20 വർഷം പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഓക്കെ, പ്രോബ 1 എന്ന് പറയുന്ന മിനി സാറ്റലൈറ്റ് അതിൻ്റെ 20 years കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്.
ഇനി ഈ പ്രോബ 1 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ESA അല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ പ്രോബ 1 എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് സെർവിങ് എർത്ത് ഒബ്സർവിംഗ് മിഷനാണ്. ഈ ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള എർത്ത് ഒബ്സർവിംഗ് മിഷനാണ് ഈ പ്രോബ 1 മിനി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 20 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് റീസെൻ്റ് നമ്മുടെ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട 1-2 വാർത്തകളാണ്. 2021 US ഗ്രാൻഡ് പ്രിക്സ്. ഓക്കെ, F1 കാർ റേസിംഗിനാണ് നമ്മൾ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2021 US ഗ്രാൻഡ് പ്രിക്സ് വിജയിച്ചിരിക്കുന്നത് ആരാണ്? മാക്സ് വെസ്റ്റാപ്പൻ ആണ് 2021 US ഗ്രാൻഡ് പ്രിക്സ് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ 2021 മോട്ടോ GP ചാമ്പ്യൻഷിപ്പ് 2021 മോട്ടോ GP ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്ന ആരാണ്? ഫാബിയോ ക്വാർട്ടറാറോയാണ് 2021 മോട്ടോ GP ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 67ാമത് നാഷണൽ ഫിലിം അവാർഡ്സിനെ കുറിച്ചുള്ളതാണ്. 67ാമത്തെ നാഷണൽ ഫിലിം അവാർഡ്സ്. അപ്പോൾ അത് ഈ ഒരു എഡിഷൻ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. 67ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 51ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഓക്കെ, അത് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ആക്ടർ രജനീകാന്തിനാണ് ലഭിച്ചിരിക്കുന്നത്. 51ാമത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് രജനീകാന്തിന് ലഭിച്ചിരിക്കുന്നത്. ഇനി ബെസ്റ്റ് ആക്ട്രസ് കാറ്റഗറിയിൽ 3 പേരാണുള്ളത്. ബെസ്റ്റ് ആക്ടേഴ്സായിട്ട് മനോജ് ബാജ്പേയിയും അതുപോലെ ധനുഷുമാണ്. അതുപോലെ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുന്ന ആരാണ്? കങ്കണ റണാവത്താണ് ബെസ്റ്റ് ആക്ട്രസ്. ബെസ്റ്റ് ആക്ടേഴ്സായിട്ട് മനോജ് ബാജ്പേയിയും അതുപോലെ ധനുഷിനെയുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ്. ഓക്കെ, അത് നമ്മുടെ മലയാള സിനിമ മരയ്ക്കാം ലയൺ ഓഫ് ദ അറേബ്യൻ സീ എന്ന് പറയുന്ന മൂവിക്കാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ബെസ്റ്റ് ഹിന്ദി ഫിലിം അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഏത് സിനിമയ്ക്കാണ്? ചിച്ചോരി എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അപ്പോൾ ഇത്രയാണ്. ഇത് മാത്രമല്ല, നാഷണൽ അവാർഡ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ്സ് മാത്രം നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു ഡീറ്റെയിൽ ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് ആ ഒരു അവാർഡിൻ്റെ ലിസ്റ്റ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുക. അതിലൊരുപാട് അവാർഡ്സിനെ പറ്റി പറയുന്നുണ്ട്. റീസെൻ്റ്ലി നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം നടന്നപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ ഒരു നാഷണൽ അവാർഡിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ ഇന്ത്യ റീസെൻ്റ്ലി ഒരു അഗ്നി 5 എന്ന് പറയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തു. ഓക്കെ, ആ മിസൈലിൻ്റെ പേരെന്ന് പറയുന്നത് അഗ്നി 5 എന്നുള്ളതാണ്. ഇതൊരു സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ്. ഒഡീഷ കോസ്റ്റിൽ ഓക്കെ APJ അബ്ദുൽ കലാം ഐലൻഡിൽ വെച്ചിട്ടാണ് ഈ ഒരു അഗ്നി 5 എന്ന് പറയുന്ന ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ ടെസ്റ്റ് ഫയർ ചെയ്തത്. ഇനി ഈ ഒരു അഗ്നി 5 മിസൈൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? DRDO അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അഗ്നി 5 എന്നാണ് മിസൈലിൻ്റെ പേര്. സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ്. ഓക്കെ, അടുത്തത് കന്നഡ ആക്ടറായിരുന്ന പുനീത് രാജ്കുമാർ അന്തരിച്ചു എന്നുള്ളതാണ്. കന്നഡ ആക്ടറാണ് പുനീത് രാജ്കുമാർ. നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, പുനീത് രാജ്കുമാർ. അദ്ദേഹം ഏത് ഭാഷയിലുള്ള നടനാണ് അല്ലെങ്കിൽ ഏത് ഭാഷയിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്? കന്നഡ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒക്ടോബർ 24 മുതൽ 31 വരെയുള്ള തീയതികളിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ അടുത്ത ആഴ്ചത്തെ നവംബർ 1 to 7 കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി ഈ ഒരു വീഡിയോ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.